ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിനും പരിശ്രമത്തിനും ഒടുവിൽ ഇത് ആ ദിവസം വന്നെത്തിട്ടോ. നമ്മുടെ ചാനലിലെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാമുകൾ നമ്മൾ ഇട്ടായിരുന്നു അല്ലേ. ഇന്ന് ഹൗസ് വാമിങ് ആട്ടോ. രാവിലെ തന്നെ നമ്മൾ വിളിച്ച ആൾക്കാർ വന്നു തുടങ്ങിയിട്ടോ. അപ്പം വീടിൻ്റെ മുന്നേ തന്നെ അച്ഛനും ദാസേട്ടനും ഏത്തിയമ്മയും സുരേട്ടനൊക്കെ അവർ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. ഞാനാണെങ്കിൽ അടുക്കളയിൽ തിരക്കിലാട്ടോ, ഞാനും അമ്മയൊക്കെ. ഇന്നത്തെ ഓട്ടപ്പാച്ചിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്ക് നിശ്ചയം ഉണ്ടാവുകൊണ്ട് ഞങ്ങളുടെ നെച്ചുട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത്. അവളെ ഏതായാലും നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ആരൊക്കെ പെടും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ഉറപ്പുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ആരെങ്കിലും പെടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സോറി, ഞാനല്ല വീഡിയോ എടുത്തത്. തറവാട് വീടും പുതിയ വീടും തമ്മിൽ കുറച്ച് അകലം ഉണ്ടാവുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് നല്ല ഓട്ടപ്പാച്ചിലായിട്ടോ. ഓരോ സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ തന്നെ പതിവ്. അങ്ങനെ ആവുകൊണ്ട് തന്നെ ഞാൻ കുറേ ആൾക്കാരെ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൗസ് വാമിങ് അതിഗംഭീരമായിട്ട് തന്നെ ആയിട്ടോ വിളിച്ച് അത്യാവശ്യം നല്ലോണം ആൾക്കാരെയും കുടുംബക്കാരെയും അതേപോലെ തന്നെ നാട്ടുകാരെയും എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചവരെല്ലാവരും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആരും വരാതിരുന്നിട്ടില്ല. നമ്മളെ എഴുത്തുമ്മൻ്റെ ഫാമിലിയെയും അതേപോലെ നമ്മളിവിടുത്തെ അമ്മയുടെ ഫാമിലിയെയും അച്ഛൻ്റെ ഫാമിലിയെയും എൻ്റെ ഫാമിലിയെയും അതേപോലെ ചേച്ചീനെ കൊണ്ടുപോയി കൊടുത്തവിടുന്നു അവരെ ഫ്രണ്ട്സ്, ഏത്തിമ്മേൻ്റെ ഫ്രണ്ട്സ്, ഏത്തിമ്മേൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യണവർ, ദാസേട്ടൻ്റെ ഫ്രണ്ട്, ദാസേട്ടൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യണവർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യണവർ, സുരേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യണവർ, നമ്മുടെ നാട്ടുകാരെ, അങ്ങനെ വേണ്ട ഒരുവിധം എല്ലാ ആൾക്കാരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ എല്ലാവരുടെയും തിരക്കുകൾ മാറ്റി അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അതാണ് അതിലേറെ സന്തോഷം. ഹൗസ് വാമിങ്ങിൻ്റെ ഫുഡ് നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിക്കുക ചെയ്തു കേട്ടോ. ദാസേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് തൃപ്പഞ്ചിയിലെ ഉണ്ണിയേട്ടൻ. അപ്പം മൂപ്പരാണ് കാറ്ററിംഗ് ഏറ്റത്. ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. ബിരിയാണി അടിപൊളിയായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വേവും എല്ലാം പക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണിയുടെ ഒപ്പം തന്നെ വെജിറ്റേറിയൻ ഉള്ളവർക്ക് നമ്മൾ സദ്യ ഏർപ്പാടാക്കിയിരുന്നു കേട്ടോ. 3 കൂട്ടം വിഭവങ്ങളുള്ള ഒരു സദ്യ തന്നെയായിരുന്നു. അതും അതേപോലെ തന്നെ അവിയലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. വീട് കാണാൻ വന്നവരൊക്കെ ചോദിച്ചത് ഒരൊറ്റ ആളായിരുന്നു, ആരാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തത്. കാരണം ഇതെല്ലാവരും ചോദിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ കണ്ട പഴയ വീടിൻ്റെ ലുക്കേ മാറ്റിയത് ആ ഒരു ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു. അത്രത്തോളം എന്താ പറയുക ഉഷാറായിരുന്നു. കാരണം വരുന്നവർ മുഴുവൻ ചോദിച്ചത് ഇന്റീരിയർ ഡിസൈനിങ് ആരാ ചെയ്തതെന്ന്. ഈ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ദാസേട്ടൻ്റെ ഫ്രണ്ട് ദിനൂപേട്ടനാണ് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തത്. തിരക്കുകളൊക്കെ മാറിയിട്ട് ഞാനൊരു ഹോം ടൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവരുടെയൊക്കെ നമ്പർ ആഡ് ചെയ്യാമേ. അങ്ങനെ ഒരു 12 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡിനുള്ള അറേഞ്ച്മെന്റ് റെഡിയാക്കി കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുന്നേ തന്നെ കേട്ടോ നമ്മൾ ഫുഡിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറ്റം മണ്ണൊക്കെ തട്ടി നിരപ്പാക്കി നമ്മൾ കുഞ്ഞിമെറ്റലൊക്കെ നിരത്തിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിറ്റുണ്ട്. നമുക്ക് വേറെ എവിടെയും നോക്കേണ്ട ആവശ്യം വന്നില്ല. പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റിയിരുന്നു ഞങ്ങൾക്ക് വേറൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. വർഷമാസമാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഞങ്ങൾ കാലാവസ്ഥ മാറുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വ്യാഴവും വെള്ളിയൊക്കെ നമ്മളെ വീടിൻ്റെ ഫൈനൽ ടച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. നമ്മളെ പ്രോഗ്രാം ആകെ മഴയത്ത് മുങ്ങിപ്പോകും എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നത്തെ നമ്മൾ പന്തലൊക്കെ ഇടാൻ വേഗം പറഞ്ഞായിരുന്നു. പന്തൽ വർക്കും അതേ കേട്ടോ നല്ല ഉഷാറായിട്ട് ചെയ്തു. കാരണം വെള്ളിയാഴ്ച രാത്രി പെയ്ത മഴയൊന്നും നമ്മൾ വീടിൻ്റെ ഒരു മുറ്റത്തേക്ക് പോലും വീണിട്ടില്ലെന്ന്, ഒരു ചോർച്ചയുണ്ടായിരുന്നില്ല. അത്ര സ്ട്രോങ്ങിലാണ് പന്തൽ കെട്ടിയത് കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു മഴ പെയ്യരുത്
പെയ്തേന്ന്. ശനിയാഴ്ച രാവിലെ ഇപ്പം കാർമേഘം മൂടി നിൽക്കണ കണ്ടപ്പോൾ അമ്മ വേഗം പോയി നാളികേരൊക്കെ എടുത്ത് കൊടുന്ന് അയ്യപ്പന് ഒഴിഞ്ഞു വെച്ചു കേട്ടോ. ഈ 2 ദിവസത്തേക്ക് മഴ പെയ്തേന്ന് പറഞ്ഞിട്ട്. അത് എത്രത്തോളം ആൾക്കാർക്ക് വിശ്വാസം ഉണ്ട് എന്നറിയില്ല. എന്തായാലും മഴ ഞങ്ങളെ സഹായിച്ചതാണോ അതോ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതാണോ എന്നറിയില്ല. കുടിലിക്കിന് വന്നവരൊക്കെ പറഞ്ഞു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര മഴയാണ്, പക്ഷെ ഞങ്ങൾ അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. കുടിലിക്കലിൻ്റെ തലേന്നായാലും കുടിലിക്കലിൻ്റെ അന്നായാലും മൂടി നിന്നു എന്നല്ലാതെ മഴ തുള്ളിട്ടതുപോലുമില്ല. നല്ല കാലാവസ്ഥയായിരുന്നു. വേറെ എവിടെയെങ്കിലുമൊക്കെ ഈ രീതിയിൽ ചെയ്യലുണ്ടോ? മഴ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ മഴ പോകാൻ വേണ്ടിയിട്ട് അയ്യപ്പന് ഒഴിഞ്ഞു വെക്കാറുണ്ടോ? ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ ഏൽപ്പിച്ച ക്യാമറമാൻ ഏതായാലും ഉഷാറാണ്. ഈ വീഡിയോ ഒക്കെ എപ്പോഴാണ് എടുത്തതെന്നും കൂടി ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൾ ഏതായാലും നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരെയും. ഇതേപോലെ തന്നെ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ പരിപാടിൻ്റെ അന്ന് എല്ലാവരുടെയും സഹകരണം കേട്ടോ. നമ്മൾ അന്നത്തെ ടേബിൾ സെറ്റ് ചെയ്യാനും ഭക്ഷണം വിളമ്പാനും ഓരോന്ന് ഓടി ഓടി എത്താനും അവിടെയുള്ള എല്ലാവരും തന്നെ സഹകരിച്ചു കേട്ടോ. നമ്മളെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ആരും മാറി നിന്നിട്ടില്ല. എല്ലാവരും വന്ന ഉടനെ തന്നെ ഒരു സപ്ലൈനോടത്തേക്ക് വന്നിട്ട് അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹകരണവും ചെയ്തു തന്നു കേട്ടോ. എന്താ അവിടെ പണി? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏത്തമ്മൻ്റെ അമ്മമ്മ കേട്ടോ. വയസ്സായിട്ടുണ്ട്, പക്ഷേ ഏത്തമ്മൻ്റെ വീട് കാണുന്ന ആളെ ആഗ്രഹം കൊണ്ട് വന്നതാട്ടോ. കുറേ കാലമായി വന്നിട്ട് ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല, പക്ഷേ വീട് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നതാണ്. അതൊക്കെ വയ്യായികയൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ വീട് പാണമ്പ്ര കേട്ടോ, യൂണിവേഴ്സിറ്റി പാണമ്പ്ര. പക്ഷെ അവിടുന്ന് ഇത്രയും ദൂരം വന്നപ്പോൾ തന്നെ ക്ഷീണമുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വീഡിയോയിൽ ഓരോരുത്തരുടെ പേരോ അല്ലെങ്കിൽ ഞങ്ങൾ റിലേഷനോ പറയാത്ത എന്താ വെച്ചാൽ ഒരാളെ പറഞ്ഞ് വേറുള്ളവർക്ക് സങ്കടമാവും. ചിലപ്പോൾ ഞാൻ ഓരോരുത്തർ വിട്ടിട്ടുണ്ടാവും, വീഡിയോ ചിലപ്പോൾ പലരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ആരെയും പറയാതിരുന്ന കുഴപ്പമില്ലല്ലോ. എന്തായാലും ഹൗസ് വാമിങ് വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നിട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേറെ ഗംഭീരമായിട്ടാണ് നടന്നത്. ഉഷാറായി, എല്ലാവരും വന്നു. അതാണ് ഞങ്ങൾക്ക് അത്രയും സന്തോഷം കാരണം. അതേപോലെ തന്നെ നമ്മളെ ക്യാമറമാൻ എടുത്ത ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അന്ന് ആരൊക്കെ വന്നിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാമല്ലോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുമില്ല, ഡിലീറ്റ് ആക്കിയിട്ടുമില്ല. എൻ്റെ ഫോണിലെടുത്ത വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ ഇട്ടതാട്ടോ. ഇപ്പോൾ പോയ ടീമില്ലേ, അവർ ഏത്തമ്മേൻ്റെ സ്കൂളത്തെ ടീച്ചേഴ്സാട്ടോ, നസ്രത്ത് സ്കൂൾസിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഏത്തമ്മേൻ്റെ കൊളീഗ്സ് ആയിരുന്നു. അവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. അവരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു മിസ്സിങ് ആയി പോയിട്ടത്. കാരണം നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. അങ്ങനെ കുറേ ആൾക്കാർ ഇതേപോലെ വന്നിട്ട് വീഡിയോ നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങൾ സ്ഥിരം കാണലുണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അയ്യോ, എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ചാടും എൻ്റെ നെഞ്ച്. അതേപോലെ എൻ്റെ യൂട്യൂബറിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം ചെയ്യുന്നത് ഇത് സുരേഷൻ്റെ ഫ്രണ്ട്സാട്ടോ. അവരെന്നെ ആക്കിയതാണോ അത് ഒറിജിനലായിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. പക്ഷേ വീഡിയോസ് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഫസ്റ്റ് സെൽഫി എടുത്ത ടീമായിട്ടത്. അവർ പറഞ്ഞതേ, ഇനി കുറച്ച് കഴിയുമ്പോൾ നീ വലിയ യൂട്യൂബറൊക്കെ ആകുമ്പോൾ നിൻ്റെ കൂടെ ഞങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സാണെന്നൊക്കെ പറയാലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ എന്താ പറയുക, യൂട്യൂബിൻ്റെ പേരിൽ ആദ്യമായിട്ട് സെൽഫി എടുത്ത മുഖങ്ങളാണ് ആ കാണുന്നത്.
ജസ്റ്റ് ഫോണിലെടുത്ത വീഡിയോസ് അങ്ങനെ ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മുഖങ്ങളും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുപോലും എഡിറ്റ് ചെയ്താതെ അങ്ങനെ ഇട്ടത്. അപ്പം നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ള, നമ്മളെ വീഡിയോസ് കണ്ടിട്ടുള്ള നിങ്ങളെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളൊക്കെ തന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുഴങ്ങി ക്ഷീണിച്ച് വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. ഒരു റൂം നിറച്ച് ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. ഇതൊക്കെ പാടെ പൊട്ടിച്ച് എപ്പോൾ കഴിയുന്ന ദൈവത്തിനറിയാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഈ ഫുൾ ഗിഫ്റ്റ് ബോക്സ് പൊളിക്കുന്ന ഫുൾ വീഡിയോ ഉണ്ടാവും. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു.